യുഹ്ശറൂന മിൻ ഖുബൂരിഹിം ലൈസ ലഹും യദാനി വലാ റിജ്ലാൻ. യുഹ്ശറൂന മിൻ ഖുബൂരിഹിം, അവരവരുടെ ഖബറുകളിൽ നിന്ന് മഹ്ശറ വൻസഭയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എങ്ങനെയാണെന്നറിയുമോ? ലൈസ ലഹും യദാനി വലാ റിജ്ലാൻ, അവർക്ക് രണ്ട് കൈകാലുകളില്ല, അവർക്ക് രണ്ട് കൈകാലുകളില്ല. ദുനിയാവിൽ ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് 20 വയസ്സ് വരെ, 30 വയസ്സ് വരെ, 40 വയസ്സ് വരെ, 60 വയസ്സ് വരെ, 70 വയസ്സ് വരെ അള്ളാഹു തന്ന ആരോഗ്യമുള്ള കൈയോടുകൂടി, ആരോഗ്യമുള്ള കൈകാലുകളോടുകൂടി തന്റെ നേരെ കടന്നു വന്ന ശത്രുവിന്റെ നേരേക്ക് കൈകൊണ്ട് ആരടാ എന്ന് ചോദിക്കുന്ന കൈകാലുകളോടുകൂടി എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, സിനിമാ തിയേറ്ററിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ നയിച്ച ആരോഗ്യമുള്ള കാലുകളുണ്ടല്ലോ, എല്ലാവിധ തെമ്മാടിത്തങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന കൈകാലുകളുണ്ടല്ലോ. ആരോഗ്യമുള്ള കൈകളോടുകൂടി ദുനിയാവിൽ തൊലിപ്പുറത്ത് ജീവിച്ച മനുഷ്യര് നാളെ മഹ്ശറ വൻസഭയിലേക്ക് കടന്നു വരുമ്പോ അവന് രണ്ട് കൈകാലുകൾ ഉണ്ടാവുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോവുകയാ. രണ്ട് കൈയില്ലാതെ അള്ളാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, കൈയില്ലാത്തവന് മാത്രമേ ആ കൈയിന്റെ വില അറിയൂ. അങ്ങാടിയിലേക്ക്, തിരൂരിലേക്കും അതിന്റെ തൊട്ടടുത്ത നാടുകളിലേക്കും ഒന്ന് ചെന്ന് നോക്ക്. കൈയില്ലാത്തവരായി, കാലില്ലാത്തവരായി അള്ളാഹു എത്രയോ ആളുകൾ സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചതെന്നറിയുമോ? കൈയുള്ളവൻ കൈയില്ലാത്തവനെ കണ്ടിട്ട് കൈ തന്ന റബ്ബിനെ കുറിച്ച് ചിന്തിക്കാനാ. എപ്പോഴെങ്കിലും ഈ കൈയിന്റെ വിലയെ കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തനിക്ക് ഭക്ഷണം കഴിക്കാനും, തന്റെ ശരീരം വൃത്തിയാക്കാനും, തന്റെ ശത്രുവിനെ തല്ലാനും, തന്റെ മിത്രത്തെ തഴുകാനും ഒക്കെ തന്റെ കൈ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന അത്ഭുത പ്രതിഭാസത്തെ കുറിച്ച് എപ്പോഴെങ്കിലും ഒരു നിമിഷം ചിന്തിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഒന്നാമത്തെ വിഭാഗം നാളെ മഹ്ശറ വൻസഭയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ലൈസ ലഹും യദാനി വലാ റിജ്ലാൻ, രണ്ട് കൈകാലുകളില്ലാത്തവരാണ്. അവരുടെ രണ്ട് കൈകാലുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ആരാണ് ആ വിഭാഗം? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ വിഭാഗത്തെ പറയുന്നതിന് മുമ്പ് ഇന്ന് ഈ സദസ്സിലിരുന്ന് തീരുമാനിക്കണം, ഇന്ന് മുതൽ ആ വിഭാഗത്തിൽ ഞാൻ ഉൾപ്പെടുകയില്ല, ഇന്ന് മുതൽ ആ വിഭാഗത്തിൽ ഞാൻ ഉണ്ടാവുകയില്ല, ഇന്ന് മുതൽ അത്തരമൊരു വിഭാഗത്തിൽ ഞാൻ പെടുകയില്ല. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ആരാണ് ആ വിഭാഗം നബിയേ? ആരാണ് ആ വിഭാഗം നബിയേ എന്ന് ചോദിക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഹൗലാഇ الذين يؤذون الجيران. അവരാരെന്നറിയുമോ മുആദ്? അവരാരെന്നറിയുമോ? യുഅ്ദൂനൽ ജീറാൻ, അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവരാണ്. അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവരായിരിക്കും നാളെ മഹ്ശറ വൻസഭയിലേക്ക് രണ്ട് കൈകാലുകളില്ലാതെ കടന്നു വരുന്നവരെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അയൽവാസികളെ ബുദ്ധിമുട്ടിച്ച ആളുകളെന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മാസാല ജിബ്രീൽ യൂസിനി ബിൽ ജാരി ഹത്താ വനന്തു അന്നഹു സയുവരിസു. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസിയെ കുറിച്ച് എന്നോട് പറഞ്ഞു. ജിബ്രീൽ എന്നോട് പറയുന്നത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പോയി, അയൽവാസിക്ക് എന്റെ സ്വത്തിന്റെ അനന്തരം പോലും ഞാൻ കൊടുക്കേണ്ടി വരുമോ? അത്രത്തോളം എന്നിൽ അയൽവാസിക്ക് അവകാശമുണ്ടായി പോകുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയത്തക്കവണ്ണം ആ അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചവരാരായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്ര ആളുകളാണ് അയൽവാസികളോട് പിണങ്ങി കഴിയുന്നത്? വിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ പോകുന്നവരെ, വിശുദ്ധ റമളാനിൽ നോമ്പ് പിടിക്കാം, തറാവീഹ് നമസ്കരിക്കാം, പാതിരാത്രിയിൽ 27-ാമിന്റെ രാവിലെ അള്ളാഹുവിനോടൊന്ന് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്താൽ എല്ലാം അങ്ങ് മാറിപ്പോയെന്ന് കരുതിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ കാരണം നിന്റെ അയൽവാസി പ്രയാസപ്പെടുന്നെങ്കിൽ നിന്റെ റമളാന് പടച്ചവന് വേണ്ട, നിന്റെ നോമ്പ് റബ്ബിന് വേണ്ട, നിന്റെ ഒന്നും അല്ലാഹ്ക്ക് വേണ്ട. നാളെ മഹ്ശറ വൻസഭയിലേക്ക് രണ്ട് കൈകാലുകളില്ലാത്തവനായി കടന്നു വരേണ്ടി വരും. നീ കടന്നു വരുമ്പോ നിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളെ നോക്കും, ഇവനെന്ത് പറ്റിപ്പോയി, ഇവനെന്ത് പറ്റിപ്പോയി? ദുനിയാവിൽ രണ്ട് കൈയുണ്ടായിരുന്നല്ലോ, രണ്ട് കാലുകൾ ഉണ്ടായിരുന്നല്ലോ, ആരോഗ്യമുള്ള സൗന്ദര്യമുള്ളവനായിരുന്നല്ലോ, ഇവന്റെ കൈകൾ എവിടെ പോയി, ഇവന്റെ കാലുകൾ എവിടെ പോയെന്ന് നാളെ മഹ്ശറ വൻസഭയിൽ നിന്റെ കൂടെയുള്ള ആളുകൾ നിന്നെ അവഹേളിച്ചുകൊണ്ട് ചോദിക്കുമ്പോ അതിനുത്തരം പറയുന്നത് മലക്കുകളായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ കൂടിയിരിക്കുന്ന മലക്കുകൾ മറുപടി പറയും, ഹൗലാഇല്ലദീന യുഅ്ദൂന
യുദൽ ജീറാൻ. ഇവർ അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവരാണെന്ന്, ഇവർ അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവർക്ക് കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷയാണ് കൈകാലുകളില്ലാതെ നാണം കെട്ടവരായിട്ട് മഹ്ശറയിലേക്ക് അവർ കടന്നു വരിക. അതുകൊണ്ട് മഹ്ശറയിലേക്ക് കൈകാലില്ലാത്തവരായി നമ്മൾ കാരണം വിടുന്ന മാലിന്യങ്ങൾ മുഴുവനും എല്ലാ ദിവസവും തന്റെ കൈകൊണ്ട് വൃത്തിയാക്കുകയാണ്. തന്റെ കൈകൊണ്ട് വൃത്തിയാക്കി അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു അവശനായപ്പോ, പ്രായം കൂടി വല്ലാതെ ആരോഗ്യം നശിച്ചപ്പോ തന്റെ മകനെ തന്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ആ ജൂതനെ വിളിച്ചു കൊണ്ടുവരണം, അയാളെ എന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവരണം. മകൻ വന്ന് ജൂതനെ വിളിച്ചപ്പോ ജൂതൻ വല്ലാതെ പേടിക്കുകയാണ്. ജൂതന്റെ മനസ്സിൽ വല്ലാത്ത ചിന്തകൾ ഉയരുകയാണ്. സഹലിന് എന്തായിരിക്കും എന്നോട് പറയുക? എന്ത് പ്രതികാര നടപടിയായിരിക്കും സഹലിന് സ്വീകരിക്കുക? കാലങ്ങളായിട്ട് അവനെ ഞാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാ, കാലങ്ങളായിട്ട് സഹലിനെ ഞാൻ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാ, കാലങ്ങളായിട്ട് സഹലിനെ ഞാൻ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹലിന് എന്തായിരിക്കും അവൻ എന്നോട് ഇന്ന് പകരം ചോദിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് ജൂതൻ വല്ലാത്ത പേടിയോടുകൂടി സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, സഹൽ റളിയല്ലാഹു അൻഹു, ഇത്രയും കാലം നീ എന്റെ പിന്നിലേക്ക് വിട്ടിരുന്ന നിന്റെ വീട്ടിൽ നിന്ന് വന്നിരുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കിയത് ഞാനായിരുന്നു. ഇന്ന് എനിക്ക് ആരോഗ്യമില്ല, ഇനി എനിക്ക് വൃത്തിയാക്കാൻ സാധ്യമല്ലാത്ത വിധം ഞാൻ അവശനായിരിക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ എങ്ങനെയെങ്കിലും നിങ്ങൾ തന്നെ അത് വൃത്തിയാക്കണമെന്ന് വിനയത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ആ ജൂതന്റെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാ. ആ ജൂതൻ മഹാനായ സഹൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഇത്രയും കാലം നിങ്ങളോട് മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തിയിൽ നിങ്ങൾക്കെന്നോട് ദേഷ്യമുണ്ടായില്ലേ? നിങ്ങൾക്കെന്നോട് കോപമുണ്ടായില്ലേ? എന്നോട് പകരം ചോദിക്കണമെന്ന് തോന്നിയില്ലേ? നിങ്ങൾ എന്നോട് എന്തെങ്കിലും പ്രതികാര നടപടി എടുക്കാമായിരുന്നില്ലേ? എവിടുന്ന് കിട്ടി മഹത്തമായ സ്വഭാവം? എവിടുന്ന് കിട്ടി പാരമ്പര്യം? സഹലേ, അത്ഭുത പരതന്ത്രനായി പോകുന്നു ഞാൻ, എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോകുന്നു ഞാൻ. ആ സമയത്ത് മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, എന്റെ ഹബീബ്, എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചത് അതാണ്. എന്റെ റസൂലുള്ളാഹി തങ്ങൾ എന്നെ പഠിപ്പിച്ചത് അക്രിം ജാറക വലൗ കാന കാഫിറാ, ഒരു കാഫിറായിരുന്നാൽ പോലും നീ നിന്റെ അയൽവാസിയെ ബഹുമാനിക്കണമെന്നാണ് എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചത്. ആ റസൂലുള്ളാഹി തങ്ങളെ അനുസരിക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ ഉത്തമ ശിഷ്യനാണ് ഈ സഹല്. ആ സഹലിന് എങ്ങനെയാണ് എന്റെ റസൂലുള്ളാഹിയെ ധിക്കരിക്കാനാവുക? അതുകൊണ്ട് നീ എന്നെ എന്താക്രമിച്ചാലും, നീ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും, നീ എന്നെ എത്ര ശല്യപ്പെടുത്തിയാലും, നീ എന്നെ എത്ര പ്രയാസപ്പെടുത്തിയാലും നിന്നെ തിരിച്ച് പ്രയാസപ്പെടുത്താൻ ഞാൻ ആളല്ല. കാരണം നീ എന്റെ അയൽവാസിയാണ്, അയൽവാസിയാണെന്ന ഒരൊറ്റ യോഗ്യത മാത്രമാണ് നിനക്കുള്ളതെന്ന് കരഞ്ഞുകൊണ്ട് സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ, ഇത്രയും കാലം ആക്രമിച്ചിരുന്ന, ഇത്രയും കാലം സഹൽ റളിയല്ലാഹു അൻഹുവിനെ ബുദ്ധിമുട്ടിച്ചിരുന്ന, ഇത്രയും കാലം സഹൽ റളിയല്ലാഹു അൻഹുവിനെ പ്രയാസപ്പെടുത്തിയിരുന്ന ജൂതൻ പറയുകയാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തനുസരിച്ച് ജീവിച്ച പ്രിയപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹു അയൽവാസിയെ കൃത്യമായി ബഹുമാനിച്ചപ്പോ, അയൽവാസിയോടുള്ള ബഹുമാനം തന്റെ ജീവിതത്തിൽ കാണിച്ചപ്പോ, അതാ മനുഷ്യന്റെ മനസ്സ് പരിവർത്തനത്തിന് വിധേയമാക്കിയ മുസ്ലിമേ. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ആ ജൂതൻ ഇസ്ലാമിലേക്ക് കടന്നു. ഇവിടെയാണ് നമുക്ക് വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്നത്. നമ്മുടെ അയൽവാസികളുടെ മനസ്സിൽ പോലും ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ഒരു നല്ല ഭക്ഷണം വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ അയൽവാസികൾക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവരെ കാണിക്കാതെ വേണം വീട്ടിലേക്ക് കൊണ്ടുവരാൻ. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായ ഭക്ഷണം കൊണ്ടുവരുമ്പോ അത് മക്കൾക്ക് കൊടുക്കുമ്പോ അടുത്തുള്ള വീട്ടിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ അത് നിന്റെ മക്കളോട് പറയണം, അത് അടുത്ത വീട്ടിലുള്ളവരെ കാണിക്കാതെ ഭക്ഷണം കഴിക്കണം. അവരെ കാണിച്ചവർക്ക് കൊടുക്കാതെ കൊതിപ്പിച്ച് കഴിച്ചത് അവരുടെ മനസ്സിൽ ഒരു പ്രയാസമുണ്ടായാൽ അതുപോലും നമ്മിൽ നിന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അയൽവാസിയെ ബുദ്ധിമുട്ടിക്കുന്നവന്റെ ഈമാൻ അവിടെ ഉറച്ചു നിൽക്കില്ല. ഈമാൻ ഉറച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരും കൈയെന്ന് പറയല്ലോ, ഈമാൻ കിട്ടി മരിക്കാൻ ദ്വേരക്കണമെന്ന്. ആ ഈമാന്റെ അടിത്തറകൾ കിടക്കുന്നത് നിന്റെ വീടിന്റെ ചുറ്റുവട്ടത്തിലായിരിക്കണം.
എന്റെ ഓഫീസിലിരിക്കുമ്പോ, ജോലി സ്ഥലത്തിരിക്കുമ്പോ വിശപ്പ് തോന്നിയിട്ട് വീട്ടിൽ വന്നു. വീട്ടിലുള്ള ഡൈനിങ് ഹാളിലുള്ള തീൻമേശയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ തന്റെ വീട്ടുകാരി കൊണ്ടുവെക്കുമ്പോ ആ വിഭവസമൃദ്ധമായ വൈവിധ്യമാർന്ന ഭക്ഷണത്തിന്റെ മുമ്പിൽ കൈ കഴുകിയിരിക്കുന്ന സമയത്ത് നിന്റെ വീടിന്റെ ചുറ്റുവട്ടത്തുമുള്ള 40 വീടുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ നീ ആ ഭക്ഷണം കഴിക്കരുത്, മറിച്ച് ആ ഭക്ഷണത്തിൽ നിന്ന് പട്ടിണി കിടക്കുന്ന നിന്റെ അയൽവാസിക്ക് കൂടി കൊടുത്തിട്ട് മാത്രമേ നീ ആ ഭക്ഷണം കഴിക്കാവൂ. അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയർ നിറയ്ക്കുന്നവൻ യഥാർത്ഥ മുഅ്മിനാവുകയില്ല എന്ന് പഠിപ്പിച്ചത് ലോക ഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നമുക്കിവിടെ മാത്രമല്ല ജീവിക്കാനുള്ളത്,